നമ്മൾ കടയ്ക്ക് അമ്പലത്തിൽ ലാസ്റ്റ് ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. ഹായ് കാണിക്കല്ലേ, ഹായ് കാണിക്കേ. നമ്മളിപ്പോൾ എവിടെയാണെന്ന് പറ. ഇതൊക്കെ വ്ളോഗിൽ വരും കേട്ടാ. അല്ല, നമ്മൾ എന്തിനാണ് വന്നത്? നമ്മൾ എന്തിനായിട്ടാണ് വന്നത്? ഏതമ്പലത്തിൽ വന്നത്? കടയ്ക്ക് ക്ഷേത്രത്തിലാണ്. എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട്? കരിക്ക് ഷേക്ക് എങ്ങനെയുണ്ട്? ഷേക്കല്ല, കരിക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതെ, എങ്ങനെയുണ്ട്? മാഡം ഭയങ്കര ഷോ. എൻ്റെ കരിക്ക് വരുന്നു ഗൈസ്. കരിക്ക് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കരിക്ക് ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ കടയ്ക്കമ്പലം എത്താറായി. കുട്ടിക്കാരന്റെ സ്വന്തം കലാകാരൻ, കുട്ടിക്കാരന്റെ വെള്ളമല്ല എല്ലാ സ്ഥാനങ്ങളിലും അഭിമാനപൂർവ്വം അറിയിക്കുന്നു. കടക്കൽ തിരുവാതിര ചരിത്രത്തിൽ കുട്ടിക്കാരിച്ച മത്സരത്തിൽ ആദ്യമായി തുടർച്ചയായി 3 തവണ ഒന്നാം സ്ഥാനം നേടി കുട്ടിക്കാരുകല. കുട്ടിക്കാരിന്റെ സ്വന്തം കലാകാരൻ മറ്റൊരു മഹാഭാരതം രൗദ്ര മഹാഭാരതം എന്ന തെറ്റിദ്ധരിച്ചിട്ട് ഒന്നാം സ്ഥാനവും തുടർച്ചയായി അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് 3 കെട്ടിക്കാഴ്ചയ്ക്ക് തുടർച്ചയായി 3 തവണ ഒന്നാം സ്ഥാനത്ത് ചരിത്ര നിമിഷം കടക്കൽ തിരുവാതിര ചരിത്രത്തിലായി കെട്ടിക്കാഴ്ച മത്സരത്തിൽ തുടർച്ചയായി 3 തവണ അറിയിച്ചിരിക്കുക. കെട്ടുകാഴ്ച ഒന്നാം സ്ഥാനത്തേവരും അഭിമാനപൂർവ്വം അറിയിക്കുന്നു. ഒരു 7-7:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കൊല്ലത്തെക്കാളും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് റോഡിലായാലും നടന്നു നിൽക്കാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല തിരക്കും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗോപുരം. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പല നിറത്തിലുള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് അവർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ വർഷവും സെയിം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു നല്ല വെറൈറ്റി ആയിട്ട് തോന്നി ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ റോഡാണ്, റോഡ് സൈഡിൽ തന്നെ ഇപ്പം നല്ല ആളുകളുണ്ട്. മെയിനായിട്ടും ഗുരുസി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ചടങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ദേവിയുടെ ഒരു തിടമ്പല്ല, വാള് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചുറ്റും നിൽക്കുന്നവർ പെറ്റൽ എറിയണം. അപ്പോൾ അതാണ് അവിടുത്തെ ചടങ്ങ്.
പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെടികളൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി. ചെടികൾ എല്ലാം നല്ല ചെടികൾ അങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. കാരണം അമ്പലത്തിൽ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കും. അത്യാവശ്യം നമ്മൾ നോക്കിയ സമയത്ത് വേറെ നല്ല ചെടികളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഇലച്ചെടികളും പിന്നെ മാവ്, പ്ലാവ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അധികം ഒന്നും വാങ്ങിയില്ല. ആകെ ഒരു 2-3 ചെടി, ഇലച്ചെടിയും ചെറിയ പൂക്കളും ഒക്കെ ആയിട്ടുള്ള ചെടികൾ മാത്രമേ നമ്മൾ വാങ്ങിയുള്ളൂ. ഇപ്പം അമ്പലത്തിൽ കയറുന്നതിൻ്റെ കാര്യമാണ് ഇപ്പം സംസാരിക്കുന്നത്. ഞാനും അമ്മയും അനിയത്തിയും അമ്മയുടെ ചേച്ചി മൂത്തമ്മയും കൂടെ ആയിട്ടാണ് പോയത്. അപ്പം ആദ്യം അവർ രണ്ടും പോയിട്ട് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടും കൂടെ തൊഴുവാനായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അവരെ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞു ഗൈസ്. അതാണ് ഞാനങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് നിന്നത്. പിന്നെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർ പോയിട്ടൊക്കെ വന്നു. അവർ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് അകത്തോട്ട് കയറിയത്. വെറ്റ തന്നെ കൂടുതലല്ലേ? അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലിരിക്കുകയാണ്. ഇതുവഴിയാണ് ദേവിയുടെ ഒരു വാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് തുടങ്ങുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. നമ്മളിപ്പോ എന്തിനാണ് ഇരിക്കുന്നത്? ഉറക്കെ പറ. അതെന്തുവാണ്? ഇവിടുത്തെ ചടങ്ങാണോ? ഇവിടെ നേർച്ച ചടങ്ങ്. നേർച്ച ചെയ്യുന്നുണ്ടോ? നേർച്ച ചെയ്യുന്നുണ്ട്. ചെയ്യാതെ അവിടെ വന്നിരിക്കുന്നത് ഗൈസ്. നമ്മളിന്നിവിടെ വെറ്റ് എറിയാനാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ വെറ്റ് എറിയാനാണ് ഇരിക്കുന്നത് ഗൈസ്. ആദ്യമായിട്ടാണോ വെറ്റ് എറിയുന്നത്? അല്ല, ആദ്യത്തേതും അവസാനത്തേതുമായ വെറ്റ് എറിയുന്നത്. നല്ല എനർജിയായിരുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എറിയുന്നത്? കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടി. ഉറക്കെ പറ. ഐശ്വര്യത്തിന് വേണ്ടി. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി. നിങ്ങൾ എത്ര വട്ടം എറിഞ്ഞ്? 7 വട്ടം. എന്നിട്ട് ഐശ്വര്യമുണ്ടോ? ഐശ്വര്യമുണ്ട്. ഓക്കെ ഗൈസ്, ഐശ്വര്യമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുന്നതെന്നാണ് ഇവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ അതിനെല്ലാം വെയിറ്റ് ചെയ്തിവിടെ ഇരിക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അത്രയ്ക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. സമയം കഴിയും തോറും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കടയ്ക്കൽ സംസ്കാരത്തെ വിളിച്ചറിയിക്കുന്ന രീതിയിൽ നമ്മുടെ ജാതിമത ഭേദമന്യേ ഒരു നിറവ്യത്യാസവും മറ്റൊന്നുമില്ലാതെ തന്നെ ഒറ്റ എന്നിട്ട് നീ വായിട്ടോ? നമ്മൾ പരിപാടികളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ഈ ഒരു ലാസ്റ്റ് ദിവസത്തിൽ വന്നതുകൊണ്ട് തന്നെ അവിടെ വേറെ പരിപാടികളായിട്ടൊന്നും ഇല്ലായിരുന്നു. സ്റ്റേജിൽ ജസ്റ്റ് എന്തോ വായന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കടയ്ക്ക് അമ്പലത്തിൽ എപ്പോൾ വന്നാലും ഒരു വൈബായിരിക്കും. കാരണം അവിടുത്തെ ഒരു പരിസരം കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും ഉത്സവമായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് അവിടെയൊക്കെ കാണാൻ തന്നെ. ശരിക്കും ലൈറ്റ് വർക്ക് കാര്യങ്ങൾ, മേള, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഐസ്ക്രീം കുടിക്കണ്ടേ?
ഏകദേശം ചടങ്ങൊക്കെ തുടങ്ങാറായി. അപ്പോൾ ഈ സമയമായപ്പം നമ്മുടെ ആ ഒരു വരിയുടെ അപ്പുറത്തിരുന്നവരെല്ലാം, അതായത് ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്തിരുന്നവരെല്ലാം പുറത്തോട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും കൂടെ പുറത്തോട്ട് ഈ ഒരു വശത്തൊക്കെയാണ് നമ്മൾ നിന്നത്. പിന്നെ ഈ ഒരു ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ വെറ്റിലയൊക്കെ ആയിട്ട് എല്ലാവരും നിൽക്കുവാണ് ദേവിക്ക് ഇങ്ങനെ എറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല തിരക്ക് കാര്യങ്ങളായി, ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ അത്ര തിരക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ അത്രയും തിരക്കായതുകൊണ്ടും പിന്നെ വീഡിയോ ഒന്നും, ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ പകർത്താൻ പാടില്ലെന്നൊക്കെയാണ് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ക്യാമറ ഒട്ടും അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഒരു ചടങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 12-12:30 കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം ഈ ഒരു വെടിക്കെട്ടൊക്കെ കണ്ടുകൊണ്ട് നിന്നു. നല്ല ഭംഗിയായിരുന്നു. അപ്പോഴും നല്ല തിരക്കായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും കഴിക്കാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് ദോശയും കറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഒരു ചായയും കുടിച്ചു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നോക്കി നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോയത് ബസ്സിലായിരുന്നാലും നമ്മൾ തിരിച്ചു വന്നത് ഓട്ടോയിലായിരുന്നു. ടാറ്റ പറ.